പക്ഷെ നമ്മൾ ജനമൈത്രി പോലീസ് എന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണ് ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞ സുഗന്ധമുള്ള മാലിന്യം എന്നാണ് വാക്കിന്റെ അർത്ഥം. അങ്ങനെ സാധിക്കത്തില്ല, അത് കഴിയില്ല, അതുണ്ടാക്കാനൊക്കത്തില്ല. അത് ഞാൻ പറഞ്ഞ നല്ല വെടി ആണ് ഇയാൾ പറയുന്നത്. നല്ല വെടിയില്ലടൂ. വെടി ഉണ്ടായ ആര് വെടി വെച്ചാലും, നാരായണ ഗുരു വെടി വെച്ചാലും നമ്മൾ ചത്തുപോകും. അതുകൊണ്ടാണ് നല്ല വെടിയില്ല, നല്ല ഭരണമില്ല. ഇത്രയാണ് അറിയേണ്ടത്. നല്ല ഭരണമില്ല, അതാണ്. ഭരണമാണ് തെറ്റ്. ഭരണം മാറ്റാനാണ് രാജാവിനെ മാറ്റിയത്, അല്ലാതെ വേറെ ആൾക്കാരെ ഭരിക്കാൻ വിടാനല്ല. ഭരണമാണ് തെറ്റ്. അതിന് കൊണ്ട് ക്രമീകരണവും സേവനവും അനുഷ്ഠിക്കുന്ന സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട്. തർക്കപരിഹാര കേന്ദ്രം കോടതിക്ക് പകരം ഉണ്ടാക്കുന്നുണ്ട്. പഞ്ചായത്ത് തീരണം. നമ്മളെന്തിനാണ് സുപ്രീം കോടതി വരെ പോകുന്നത്? സുപ്രീം കോടതിയൊക്കെ ഇല്ലാതാക്കേണ്ടതാണ്. തർക്കപരിഹാര കേന്ദ്രം മാത്രമായിട്ട് മാറിയാൽ മതി. 2 സ്റ്റേറ്റ് തമ്മിൽ തർക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ ഒരു തർക്കപരിഹാര കേന്ദ്രം ഉണ്ടാക്കി, അത്രേ ആവശ്യമുള്ളൂ. അല്ല മേപ്പോട്ട് കേസുമായിട്ട് പോകണ്ട. അവസാനത്തെ വിധിയും ആർക്കെങ്കിലും ഒരാളുടെ പക്ഷത്തല്ലേ വീഴുള്ളൂ. പിന്നെന്ത് വ്യത്യാസം? എക്സ്ട്രാ സുപ്രീം കോടതി എന്ന് പറഞ്ഞൊരു സുപ്രീം കോടതി തന്നെ എവിടെയും പോകത്തില്ലേ? അതില്ലാത്തതുകൊണ്ട് മാത്രമാണല്ലോ സുപ്രീം കോടതിയിൽ എന്താ നീതിയാണോ കിട്ടുന്നത്? ഒന്നുമില്ല, ഇനി കഴിയത്തില്ലെന്നാണ് മനസ്സിലാകുന്നത്. എല്ലാവരും ക്ഷീണിച്ച്, കോഴികളൊക്കെ കൊത്തി അവസാനം വയ്യാതായിട്ട് എന്നാൽ ഇനി ആരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റിയാൽ നിർത്താം എന്ന് പറയുന്നതാണ് സുപ്രീം കോടതി. അല്ല വേറെ അർത്ഥമൊന്നുമില്ല അതിന്. അല്ലാതെ അവിടെ ഇരിക്കുന്നതിന് നമ്മളെപ്പറ്റി എന്താ അറിയാമെന്ന്? ഒരു വിവരവും ഇല്ലാത്തവന്മാരാണ് അവിടെ ഇരിക്കുന്നത്. അല്ല, നീ ഇൻവോൾവ് ആയ പാർട്ടിയെ എന്തെങ്കിലും അവർ അറിയോ എടുക്കുകയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ അറിയുന്ന പഞ്ചായത്തിൽ തീരണം നമ്മുടെ എല്ലാ തർക്ക പരിഹാരം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ഒരു തർക്ക പരിഹാരം വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും അനുകൂലമായിരിക്കാതെ, അപ്പൊ ഈ പ്രതികൂലമായിട്ടുള്ള ആൾക്ക് മറ്റൊരു അവസരം കൂടി അയാൾക്ക് അങ്ങനെ ഒരു അവസരവും കൊടുക്കേണ്ട കാര്യമില്ല. അയാള് പരമാവധി കേട്ട് ചെയ്യുന്ന തീരുമാനം. അത് സുപ്രീം കോടതിയിലായാലും അത് തന്നെയാണ് അവസാനമുള്ളത്. പിന്നെന്താണ്? 2 പേർക്കും കൂടെ ഒരുപോലെ നീതിയുള്ള ഒരു വിധി ഉണ്ടോ? പിന്നെന്തിനാണ് അവിടെ വരെ പോകുന്നത്? കാശ് കളയാമെന്നുള്ളതും എല്ലാവർക്കും കാശ് കൊടുക്കാന്നുള്ളതും അല്ലാതെ വേറെ എന്ത് വ്യത്യാസം ഉണ്ടാക്കുന്നത്? അത് പകയുള്ള മനുഷ്യരുടെ പോക്കാത്. ഇതൊക്കെ നമ്മൾ ഈ ക്ലാസ് റൂമിൽ പഠിപ്പിക്കാത്ത ആളുകളെ ഉണ്ടാക്കാത്തതുകൊണ്ടാണ്, പൗരരെ ഉണ്ടാക്കാത്തതുകൊണ്ടാണ് അവിടെ തീരാത്തത്. എല്ലാ വശവും കേട്ടത് അറിവുള്ളവരെല്ലാവരും കൂടെ ചേർന്നിരുന്നിട്ട് അതിൻ്റെ മേളിൽ തീരുമാനം എടുത്താൽ അത് ബൈൻഡിങ് ആയി മാറേണ്ടത്. മേപ്പോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഇനിയും നമ്മളൊരു എക്സ്ട്രാ തർക്ക പരിഹാരം വെച്ചാൽ അപ്പോഴും ഒരാൾക്ക് വേണ്ടിയേ വീണ്ടും വിധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, എനിക്ക് വഴക്കൊന്നുമില്ല. അല്ല, ഞാനിങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഇനി അത് മതി എന്ന് പറയുന്ന നേരത്തിൽ ചിന്തിക്കണ്ട. ഇയാൾക്ക് പറയാൻ പറഞ്ഞാൽ തർക്ക പരിഹാര കേന്ദ്രത്തിൽ പരാതിയുള്ളവർക്ക് കൊടുക്കാനൊക്കുന്ന ഒരു ഇടവും കൂടെ കൊടുക്കാമെന്ന് പറയുന്നത് ഒരു എണ്ണം കൂടെ കൊടുത്താൽ പോലെ. ഇനി അതുപോലെ വീണ്ടും ഒരെണ്ണം കൂടെ കൊടുത്താൽ 3 എണ്ണം കൊടുത്താലും ഇത് ഈ കേസിൽ ഏതെങ്കിലും ഒരിടത്തല്ലേ നിൽക്കൂ. അത് ആദ്യം വിശദമായി ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഈ പറയുന്ന പോലെ ചെയ്യുവാണെങ്കിൽ ആരും പോകത്തില്ല. വെറുതെ ഒരു ഓപ്ഷൻ എന്നുള്ളത് കൊണ്ട് മാത്രം പോകുന്നത്, ധനം ഉള്ളത് കൊണ്ട് മാത്രം പോകുന്നവരാണ് അതല്ല. അല്ലാതെ വേറെ ഒരു മീനിങ് അതിനില്ല. ജീവിതത്തിനകത്ത് അർത്ഥം നൽകുന്നത് നമ്മുടെ തർക്കം ഏറ്റവും പെട്ടെന്ന് പരിഹരിക്കുന്നതാണ്. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ഡിനൈഡ് എന്ന് അറിയുന്നതാണ് ഈ കോടതികളല്ല. പിന്നെ അവന്മാരല്ല എന്തോ ചെയ്യുന്നത്? 2 മാസം അവധി എടുത്തിരിക്കുന്ന കോന്തന്മാരല്ലേ അവന്മാരല്ല? ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ ഈ 5 കോടി കേസ് കെട്ടിക്കിടക്കുമ്പോൾ അവധി എടുക്കണം? എങ്ങനെ എടുക്കുമോ? എങ്ങനെ എടുക്കും? അവന്മാരാരും സൂമോട്ട കേസ് എടുക്കുന്നില്ലല്ലോ. റോഡിലെല്ലാം ഇടിച്ചു പൊളിഞ്ഞ് കിടക്കുന്ന റോഡിൽ കൂടെ ഇതേ കാർ ഓടിക്കുന്നവന്മാരെ അവന്മാരെ എപ്പോഴെങ്കിലും സൂമോട്ട കേസ് എടുക്കുന്ന കണ്ടിട്ടുണ്ട്? എന്താ ഈ ജഡ്ജിമാർക്ക് പൗരബോധമില്ലേ? ജഡ്ജിമാർ ഈ നാട്ടിലുള്ളവന്മാരല്ലേ? അവന്മാരെ ഇപ്പൊ ഞാൻ ഇരുന്ന് പറയുകയാണെങ്കിൽ എൻ്റെ പേര് കേസ് എടുക്കും. അതിനവന്മാർക്ക് ചെവിയുണ്ടല്ലോ. അപ്പൊ ഈ നാട്ടിൽ നടക്കുന്ന മര്യാദകളൊന്നും അവന്മാർക്ക് സൂമോട്ട കേസില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനത്തെ സാധനമൊന്നും ഇല്ല. അതുകൊണ്ട് ജഡ്ജിമാരെ കണ്ടിട്ട് ഒരുത്തനും എണ്ണിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളവരെ പോലെ തന്നെ ജീവിക്കുന്നതും ബാക്കിയുള്ളവരെ പോലെ കൊച്ചിനെ ഉണ്ടാക്കുന്നതിനും ബാക്കി രാജാവൊന്നും അല്ല ഇവനൊന്നും. മുഖ്യമന്ത്രി വരുമ്പോ എണ്ണിക്കരുത്, നമ്മുടെ ജനപ്രതിനിധിയാണത്. നമുക്ക് പകരം ചന്തയെ സാധനം മേടിക്കാൻ വിട്ടവൻ തിരിച്ചു വരുമ്പോൾ സാധനത്തിന്റെ ഉടമസ്ഥനായത്. MLA പണ്ടുമായിട്ട് വന്ന് ഇവിടെ റോഡ് ഉണ്ടാക്കരുത്. നമ്മുടെ കാശ് അത് അല്ല, MLA ഫണ്ടൊന്നും അല്ലത്. ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ജനങ്ങള് ആ ഏരിയ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്നത് മുഴുവനും മനസ്സിലാക്കുക. അതുകൊണ്ട് തർക്ക പരിഹാര കേന്ദ്രം ഉണ്ടാകേണ്ടതുണ്ട്, ആ സ്ഥാപനങ്ങളെ പൂട്ടേണ്ടതുണ്ട്, പക്ഷെ പകരം ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കിതൊക്കെ ആവശ്യമുള്ളതാ, പക്ഷെ ഈ രൂപത്തിലല്ല ആവശ്യം എന്നുള്ളതാണ്. അല്ലാതെ ഭരിക്കുന്ന ഇത് മുഴുവൻ എടുത്തങ്ങ് കളയുക ഇതൊന്നുമല്ല പറയുന്നത്. സമാന്തരമായി
ഏറ്റവും ജനകീയമായ സ്ഥാപനങ്ങൾ. അപ്പം ഞാൻ ഈ പറയുന്ന സാധനം കേട്ടിട്ട് തർക്ക പരിഹാര കേന്ദ്രം എന്ന് പറയുന്നത് നന്നായി ആദ്യത്തെ ഫോണ് ഈ ഇപ്പോഴത്തെ എന്താണ് സ്മാർട്ട് ഫോൺ ആകത്തില്ല. അതെന്നെ പ്രിലിമിനറി സാധനം എനിക്ക് പറയാനൊക്കത്തുള്ളൂ. അതിന് പരമാവധി എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ പറ്റും. അത് ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അതിൻ്റെ ഏറ്റവും നല്ല രൂപങ്ങൾ ഉണ്ടാക്കേണ്ടത്. അങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കി ലോകത്തിന് സംഭാവന ചെയ്യേണ്ട രാജ്യമാണ് നമ്മളെ പോലുള്ള രാജ്യങ്ങൾ. അല്ലാതെ വല്ലവൻ്റെ രാജ്യത്ത് ഉണ്ടാക്കിയത് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിക്കാനല്ലേ. അങ്ങനെയാ അത് മനസ്സിലാക്കണം. നമ്മളെപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥിതിയിലേക്ക് ഇതെന്താ നമുക്ക് ആരംഭിക്കാൻ പറ്റാതിരിക്കുന്നുള്ള ചോദ്യം. പഞ്ചായത്ത് സ്കൂൾ തുടങ്ങേണ്ടതല്ലേ? ഇതുവരെ തുടങ്ങിയിട്ടില്ല. ബ്രിട്ടീഷുകാരുടെ ഓഫീസിൽ ജോലി ചെയ്യാൻ പോകാനായിട്ടുള്ള സ്കൂളാണ് തുടങ്ങിയത്. അത് ഭരണത്തിൽ ഞങ്ങളെ പങ്കാളിയാൻ എല്ലാ ജാതിക്കാരനും എല്ലാ മതക്കാരനും ആ സ്കൂളുണ്ടാക്കി. അതെങ്ങനെയാണ് പൗരബോധം ഉണ്ടാകുന്ന ജനങ്ങളെ ഉണ്ടാക്കാൻ? ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ട് ജാതി മത സംഘടനകളിൽ തന്നെ ആ മനുഷ്യർ തുടരുകയാണ്. അവരെ എങ്ങനെയാണ് വോട്ട് ബാങ്കാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാർ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് ഒരാളെ നിർത്തി ജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ടെക്നിക്ക്. ഇത്രയാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ ഇന്ത്യൻ പൗരനെവിടെ എന്നുള്ള ചോദ്യമില്ലേ? 75 വർഷമായില്ലോ. ഇനി എന്തോ ഇന്ത്യൻ പൗരൻ എന്താ അവിടെ ഇല്ലാത്തത്? ഇത് നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. ആ ചോദിക്കുകയല്ല, അതിന് സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം നമ്മുടെയാണെന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പഞ്ചായത്തിൽ പോയിട്ട് ഇന്ന് സംസാരിക്കാൻ തീരുമാനിക്കുന്നത്. സംവിധാനങ്ങൾ ഉണ്ടാക്കണം. പോലീസ് സ്റ്റേഷന് പകരം ഉണ്ടാക്കണം. പോലീസ് സ്റ്റേഷനിൽ ആരും പോകണമെന്നുള്ളവന് പൊക്കോട്ടെ. ആരെയും നമ്മൾ നിഷേധിക്കുകയൊന്നും വേണ്ട. കോടതി പോകണമെന്ന് പൊക്കോട്ടെ, അത് വേറെ. പക്ഷെ ഇവിടെ സാധ്യതയുണ്ട്. സ്കൂള്, ജനകീയമായ സ്കൂള്, പൗരബോധം ഉണ്ടാക്കുന്ന സ്കൂള് പഞ്ചായത്തിലുണ്ടാകണം. പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിലുണ്ടാകണം. പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പൗരസഹായ കേന്ദ്രം ഉണ്ടാകണം. പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിനകത്ത് തർക്കപരിഹാര കേന്ദ്രം ഉണ്ടാകണം. ഇതാണ് പറയുന്നത്. ഇത് ഇങ്ങനെ ഉണ്ടാക്കി അത് സ്വാഭാവികമായിട്ട് ഈ കുട്ടികളിലൂടെ വീടുകൾ മാറും. കുട്ടികൾ വീട്ടിൽ പോയി പറയുമ്പോഴാണ് ആദ്യമായിട്ട് അമ്മയും അച്ഛനും മനസ്സിലാകത്തുള്ളൂ അത് ശരി, കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെയാണ് വീടുകൾ ജനാധിപത്യപരമാകുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ഇണകളുള്ള വീടുകളും സ്ഥലങ്ങളും ഉണ്ടാകും. കുട്ടികൾ തമ്മിൽ പ്രണയിക്കുമ്പോൾ അതിനെ അടിച്ചോടിക്കാനായിട്ട് ഇരിക്കാനല്ല. അവരുടെ അടുത്ത് ലൈംഗിക ബന്ധങ്ങളിലാണ് നിങ്ങൾ ഏർപ്പെടുന്നതെന്നുണ്ടെങ്കിൽ കുട്ടി ഉണ്ടാക്കിയ നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾക്ക് ഉത്തരവാദിത്വം എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കുട്ടി ഉണ്ടാകരുതെന്ന് പറയുന്നത്. അല്ലാതെ ഇത് തെറ്റായതുകൊണ്ടല്ല. ഇപ്പോഴും പഠിപ്പിക്കുന്നത് എന്താണ്? പ്രായമായൊരു കുട്ടികളെ തൊടുന്നതിനെ പറ്റിയാണ്. ഗുറ്റച്ചും ബാറ്റച്ചും ഒക്കെ പഠിപ്പിക്കുന്നത്. പ്രായമായൊരു കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന യുക്തിയല്ല ലൈംഗികത എന്ന് പറയുന്നത്. അപ്രോപ്രിയേറ്റ് ഓരോ പ്രായത്തിനനുസൃതമായിട്ടുള്ള ലൈംഗിക വിദ്യാഭ്യാസമാണ് നമ്മൾ കൊടുക്കേണ്ടത്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെടുത്ത് ലൈംഗിക ബന്ധത്തിനെ പറ്റി പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകാത്ത പോലുമില്ല. ഇനി രണ്ടുപേരും തമ്മിൽ ലൈംഗിക ബന്ധത്തില്ല, അമ്മയും അച്ഛനും ലൈംഗിക ബന്ധം. പണ്ടത്തെ ഒരു കുടിലിൽ കഴിഞ്ഞിരുന്നതല്ലേ, അന്ന് എവിടെ കിടന്ന ലൈംഗിക ബന്ധം ഏർപ്പെടുന്നത്? കുട്ടികൾ ഉറങ്ങിയതാണെന്ന് സങ്കല്പിച്ച് വേണമല്ലോ നമ്മൾ ചെയ്യാൻ. അപ്പനും അമ്മൂമ്മയും ഉറങ്ങിയെന്ന് സങ്കല്പിച്ച് വേണമല്ലോ മക്കൾ ബന്ധം ഉണ്ടാക്കണ്ടേ. അല്ല വേറെ അവിടെ പോയി ചെയ്യുമായിരുന്നു. പ്രൈവസി ഒക്കെ നമ്മളുണ്ടായത് നമുക്ക് സൗകര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ട് മാത്രമാണ്. ഇതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോയാൽ ഒത്തിരി പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പോകാത്തത്. നമ്മുടെ കൊണ്ട് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട പൗരബോധമുള്ള മനുഷ്യരായി മാറിയാൽ അത് ആണെന്നും പെണ്ണെന്നും ഉള്ളതല്ല. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കൺസെൻറ്റോടെ അത്തരത്തിലുള്ള ബന്ധങ്ങൾ ആരംഭിക്കത്തുള്ളൂ. അല്ലാതെ കെട്ടിപ്പിടിച്ചാൽ എന്തോ തകർന്നു പോകും. കെട്ടിപ്പിടിക്കുന്ന പക്ഷെ ഇഷ്ടമില്ലാത്തവരെ കെട്ടിപ്പിടിക്കാൻ പോകരുത്. അത് നമ്മൾ അറിയേണ്ടതുണ്ട്. അതാണ് കൺസെൻറ്റിനെ പറ്റിയുള്ള അറിവ്. അത് ആളുകൾ ചോദിച്ചിട്ട് ഞാൻ നിങ്ങളുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചിട്ടല്ല. അത് അങ്ങനെ ചോദിക്കാന്ന് പറയുന്നത് ലൈംഗിക തൊഴിലാളികളോട് ചെയ്യുന്നതാണ്. ലൈംഗിക തൊഴിലാളികൾ മാത്രമേ അങ്ങനെ ചോദിക്കാനൊക്കത്തുള്ളൂ. മറ്റേതങ്ങനല്ല. നമ്മുടെ പെരുമാറ്റത്തിനകത്തൂടാണ് ഇഷ്ടാനിഷ്ടങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അല്ലാതെ ഈ വാക്കുകളിലൂടെ ചോദിക്കുന്നതല്ല കൺസെൻറ്റ്. അതൊക്കെ ഇങ്ങനെ പഠിക്കേണ്ടതാണ്. കുറ്റച്ചും പാറ്റച്ചും നമ്മൾ ഇന്ന് പഠിപ്പിക്കും. കുറ്റച്ചും പാറ്റച്ചും പഠിപ്പിച്ചാൽ എന്ത് പറ്റും? ചിലയിടത്ത് തൊട്ടേ കൂടാന്ന് അവസാനം പഠിക്കും. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം അവിടെ തൊടാനാണ് ഒരുത്തൻ ശ്രമിക്കും. എങ്ങനെ സഹിക്കും? എങ്ങനെ ചെയ്യും? എന്തൊരു കൊടുക്കുകയാണെന്നറിയാം. ഇതൊക്കെ ഇത്തരത്തിലുള്ള പരിഹാരങ്ങളൊക്കെ അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ മനോരോഗികളെ ഉൽപ്പാദിപ്പിക്കാൻ മാത്രമേ ഇതൊക്കെ സഹായിക്കത്തുള്ളൂ. നമ്മുടെ ഈ വിദ്യാഭ്യാസവും സിലബസും ഒക്കെ ഉടച്ചു വാർത്ത് പുതിയതൊന്ന് പ്രതിഷ്ഠിച്ചാൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനും ഉണ്ടായി. സിലബസ് അല്ല ഞാൻ പറഞ്ഞാലേ, നമ്മൾ ഈ സിലബസ് പഠിപ്പിക്കുന്നവരല്ല. ഗൈഡ് ലൈൻസ് മാത്രം മതി. കുട്ടി കേന്ദ്രീകൃതം, ഞാൻ പീപ്പിൾസ് കേന്ദ്രീകൃതം
എന്നാണ് പറയേണ്ടത്. കുട്ടിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആ കുട്ടിയിൽ എന്ത് സാധ്യതകളുള്ളത്, അവർക്ക് എന്തെല്ലാം ലോകത്തിനെ പറ്റിയുള്ള അറിവുകൾ കൊടുക്കാൻ പറ്റും, അതെങ്ങനെ പരിപുഷ്ടമാക്കാം, അവർക്ക് ഏതെല്ലാം സ്കില്ലിൽ അവർക്ക് പോകാൻ പറ്റും, എല്ലാ സ്കില്ലും അവർക്ക് ചെയ്യാൻ. ഇത് നമുക്ക് കുറച്ച് പേരെ മതി, ബാക്കിയുള്ളവരെ വേണ്ട. അങ്ങനത്തെ വിദ്യാഭ്യാസം. അതുകൊണ്ടാണ് ഈ പരീക്ഷ നടത്തുന്നത്. ആരെയാണ് ഈ ബോധ്യപ്പെടുത്തുന്നത്? എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതിയോ? ഓടിക്കാൻ അറിയണ്ടേ? അത് ആരെ ബോധ്യപ്പെടുത്തുന്നത്? വെള്ളത്തിൽ നീന്തൽ അറിയുന്നതിന് സർട്ടിഫിക്കറ്റ് മതിയാ? നമുക്ക് ഈ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നമുക്ക് ഇപ്പൊ അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്രൊബേഷൻ പീരീഡ് ട്രെയിനിങ് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്യാൻ പഠിക്കുന്നത്. അല്ലെങ്കിൽ സ്കൂളിൽ അറിഞ്ഞൂടാ. സ്കൂൾ വെറുതെ വേസ്റ്റാണത്. 22-25 വയസ്സ് വരെ നമ്മൾ ജീവിച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ അറിഞ്ഞൂടാത്തവരായിട്ട് മാറുകയും പിന്നെ കിട്ടുന്ന ട്രെയിനിങ് കൊണ്ടാണ് ആ പണി ചെയ്യാൻ പഠിക്കുന്നത്. ആ ട്രെയിനിങ് 2 വർഷം കൊടുത്താൽ മതി, അല്ലാതെ ഈ 22 വർഷം എങ്ങും പോണ്ട. പ്രാഥമികമായ അക്ഷരാഭ്യാസവും പ്രാഥമികമായിട്ടുള്ള കണക്കൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിങ് എന്ന് പറയുന്നത് ജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ പഠിക്കുക എന്ന് പറയുന്ന സാധനത്തിനകത്തൂടാണ് അത് വരേണ്ടത്. അത് വിദ്യാഭ്യാസത്തിനെ പറ്റി ഞാൻ പറയാൻ തുടങ്ങിയാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഈ ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂവിനകത്ത് അതിന്റെ ഡീറ്റെയിൽസിൽ പോയിട്ട് പറയാനായിട്ട് ഞാൻ തയ്യാറാകാത്തത് കൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം എന്താണെന്ന് ചോദിച്ചാൽ അത് തന്നെ പറയേണ്ടതുണ്ട്. അഡ്മിനിസ്ട്രേഷൻ എന്താണ്, അത് തന്നെ ഇതുപോലെ വരുന്ന ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ തർക്കപരിഹാര കേന്ദ്രം എന്താണ്, എങ്ങനെ എന്ന് പറയുന്ന ചോദ്യമൊക്കെ ഉണ്ട്. ഈ മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഉണ്ട്. മലയാളികൾ പൊതു ഇടങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള പുരോഗമനവാദികളും മതേതരവാദികളും ഒക്കെ ആവുകയും, എന്നാൽ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്വകാര്യ ഇടങ്ങളിൽ അവരും യാഥാസ്ഥിതികരും പാരമ്പര്യവാദികളുമായി തീരുകയൊക്കെ ചെയ്യും. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇത് വളരെ അതിശയത്തോടു കൂടി ഞാൻ നോക്കി നിന്നിട്ടുള്ള ഒരു കാര്യമാണ്. പബ്ലിക്കായിട്ട് ഭയങ്കര പ്രസംഗവും അവരുടെ പേഴ്സണൽ ലൈഫിൽ എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളുമായിട്ട് മാറുന്നുണ്ട്. അത് ജനാധിപത്യ വിരുദ്ധമായ വീടുകളിലാണ് നമ്മൾ ഉണ്ടാകുന്നത്. സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളാണ് വീടുകളല്ല. അന്യ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുത്, അന്യരെ സ്നേഹിക്കരുത്, അവരെ പ്രണയിക്കരുത്, അവരുമായിട്ട് നമ്മൾ അവരുമായിട്ട് മെച്ചപ്പെട്ടവരാണ്, അവർ താഴ്ന്നവരാണ്, അല്ലെങ്കിൽ നമ്മൾ താഴ്ന്നവരാണ്, അവർ മേളിലാണ് എന്ന് പഠിപ്പിക്കുന്ന വീടുകളേ ഉള്ളൂ. ആ വീടുകൾ അങ്ങനെ തന്നെ തുടരുകയും പുറത്ത് ഒരു കമ്പളം എടുത്ത് വിരിച്ച പോലെയാണ് ഭരണകൂടം വന്നിരിക്കുന്നത്. നമ്മുടെ ഭരണഘടന വന്നിരിക്കുന്നത്, ഭരണകൂടമല്ല ഭരണഘടന വന്നിരിക്കുന്നത്. ഭരണഘടന വന്നിരിക്കുന്ന കാരണം കൊണ്ട് അതിൻ്റെ പൊതുവായിട്ട് വരുന്ന റോഡ് സൈഡിലെല്ലാം നമ്മൾ ഗ്രീൻ ലൈറ്റും റെഡ് ലൈറ്റും ഒക്കെ വെച്ച് ആളുകളെ നിയന്ത്രിക്കുന്ന പോലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയും. വീട്ടിൽ അന്യരെ വെറുക്കാനാണ് വീടുകൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. മതപരമായ വീടുകളല്ലയോ, എല്ലാ വീട്ടിലും പ്രാർത്ഥനയല്ലയോ നടക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ സ്പെഷ്യലാണ്, നമ്മുടെ ദൈവം സ്പെഷ്യലാണ് എന്ന് പഠിപ്പിക്കുന്ന വീടുകളിലാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പോൾ 2 തരത്തിലെ വ്യക്തിത്വമുള്ള സ്കിസോഫ്രനിക് ആയിട്ടുള്ള മനുഷ്യരെ ഉണ്ടാവുകയുള്ളൂ. ഇത് ഈ കേരളത്തിന്റെ സവിശേഷതയൊന്നുമില്ല. മൊത്തം ഈ ലോകത്തെ എവിടെ തമിഴ്നാട്ടിൽ പോയാലും അങ്ങനെ തന്നെ നമ്മൾ കാണും. കാര്യസാധ്യത്തിന്റെ യുക്തികളിൽ മാത്രമേ ആളുകൾ പിന്നെ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് പരസ്യമായിട്ട് നമ്മൾ ജാതി മതങ്ങൾക്ക് അതീതമായി ചിന്തിക്കണമെന്ന് പറയുന്ന ഭാര്യകൾ പറയും. വീട്ടിനകത്ത് അങ്ങനത്തെ കാര്യമല്ല. കല്യാണം ഇതുവരെ എന്താണ് നായർ മാട്രിമോണിയും ഈഴവ മാട്രിമോണിയും ബ്രാഹ്മണ മാട്രിമോണിയും ഒക്കെ ഉണ്ടാകുന്ന നാട്ടിലല്ലേ ഇരിക്കുന്നത്. അല്ലാതെ എന്താണ് അതുണ്ടാകുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. അതല്ലേ പിന്നെന്തുവാണ് മാറിയെന്ന് പറയുന്നത്? അങ്ങനെ ഒരു മാറ്റവും വന്നിട്ടില്ല. പറഞ്ഞില്ലേ, കോസ്മെറ്റിക് ചേഞ്ച് എന്ന് പറയുന്ന സാധനമാണ് ഭരണഘടന കൊണ്ടുണ്ടായിട്ടുള്ളത്. അതിൽ കവിഞ്ഞൊന്നും തൊട്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രശ്നമുണ്ട്. ആ സാധനങ്ങളിലൂടെ മനുഷ്യരെ പൗരരെ സൃഷ്ടിക്കുന്ന ക്ലാസ് റൂമിൽ രൂപപ്പെട്ടുകൊണ്ട് മാത്രമേ അത് 75 വർഷം നഷ്ടപ്പെട്ടു പോയി. അത് നാളെ ആരംഭിക്കണമെന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇയാൾ വിചാരിക്കുന്നത് കേരളത്തിന്റെ സവിശേഷതയൊന്നുമല്ല, എല്ലാ സ്ഥലങ്ങളിലും അത്. വീട്ടിനകത്ത് കൂട്ടുകാരൻ വന്ന് പോയി കഴിയുമ്പോഴത്തേന് നീ എന്തിനാ അവനെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിക്കുന്ന വീടുകളാണുള്ളത്. തെരഞ്ഞെടുപ്പ് മുഴുവൻ നിഷേധിക്കുന്ന വീടുകളാണ്. കല്യാണം നടക്കുന്ന, പെണ്ണ് കാണൽ നടക്കുന്ന വീടുകളാണത്. തെരഞ്ഞെടുപ്പില്ല. തെരഞ്ഞെടുക്കുന്ന പൗരന്മാരുണ്ടാകുന്ന വീടുകളുണ്ടായാലേ ഇയാൾ പറയുന്നത് 2 തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടാകത്തില്ല. അതാണിപ്പോൾ ഉള്ളത്. അത് ഈ വിവേചനങ്ങൾ ഒന്നും തന്നെ മാറ്റാതെ, അതിനുവേണ്ടി ഒരുക്കാതെ, അങ്ങനത്തെ ക്ലാസ് റൂമുകൾ ഉണ്ടാക്കാതെ നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു പരവതാനി എടുത്ത് വിരിക്കുന്നത് പോലെ, എല്ലാ മാലിന്യങ്ങളുടെ മുകളിൽ ഒരു പരവതാനി വിരിക്കുന്ന പോലെ ഭരണഘടന നിൽക്കുന്നത്. അപ്പം അതിനകത്തൂടെ പുട്ടലും ചീറ്റലുമായിട്ട് സകല വിവേചനം പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തകർത്ത് കളയുന്ന നിലവാരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ പിന്നെ കഴിഞ്ഞ്
അവസാനമായിട്ട് ഒരു കുറച്ച് വ്യക്തിപരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാൻ മൈത്രേയന്റെ പല വീഡിയോസും കാണുന്ന സമയത്ത് ഇപ്പോൾ ഒരു ന്യൂസ് ചാനലിൽ വന്ന വീഡിയോസിൽ പള്ളിയിലച്ഛൻ ഓപ്പോസിറ്റ് ആയിട്ട് വന്നപ്പം വളരെ ക്രുദ്ധനായിട്ട് സംസാരിക്കുന്നു, രോഷാകുലനായിട്ട് സംസാരിക്കുന്നു. അതുപോലെ ചില ആളുകളോടൊക്കെ നിങ്ങൾ വിവരമില്ല, നിങ്ങൾക്കതിന് അറിവില്ല എന്നൊക്കെ പറയുന്നു. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റലായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന രീതി ഒരു നമുക്ക് ചേർന്നതാണോ? അത് ചേർന്നതാണോ എന്ന് ചോദിച്ചാൽ ആ സന്ദർഭത്തിന് ചേർന്നതായിരിക്കും, അല്ലാതെ എനിക്ക് ചേർന്നതല്ല. എനിക്കെന്നുള്ളതല്ല, ലോകത്താർക്കും ചേർന്നതല്ല. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഈ പള്ളിയിലച്ഛനോട് ദേഷ്യപ്പെടേണ്ടി വരുന്നത് പള്ളിയിലച്ഛൻ എന്തിനാണ് അവിടെ വന്നതെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. സ്ത്രീ പുരുഷ ബന്ധത്തിനെ പറ്റിയുള്ള ചർച്ചയാണ്. അയാൾക്ക് ഒരിക്കലും വരാൻ വന്നില്ല. ഇപ്പൊ പള്ളിയിലെ കുർബാന എങ്ങനെ മാറ്റണം എന്നുള്ള ചർച്ചയ്ക്കകത്ത് എന്നെ എടുക്കുവോ? അത്ര ലളിതമാണ് അത്, അത്രയേ ഉള്ളൂ. അപ്പൊ അയാൾ വന്നുകൂടാത്തടത്ത് അയാൾ വന്നിരുന്നത് കൊണ്ടാണ് ഞാൻ അയാളോട് ദേഷ്യപ്പെടുന്നത്. ഞാൻ അയാളോട് ചോദിക്കുന്നുണ്ട് ആദ്യമേ തന്നെ, നിങ്ങൾ വിവാഹം കഴിച്ച ആളാണോ? അപ്പൊ അല്ല, പിന്നെ എന്തിനാണ് അയാൾ അതിനെപ്പറ്റി പറയേണ്ടി വരുന്നത്? അപ്പൊ അയാൾക്ക് പറയാൻ അവകാശമില്ല. അയാളുടെ വീട്ടിനകത്ത് പറയാൻ അവകാശമുണ്ട്, അയാൾ കൂട്ടുകാരുണ്ട്, പക്ഷെ പരസ്യമായിട്ട് പറയാൻ അവകാശമില്ല. അത് എനിക്ക് പല ചികിത്സകളും അറിയാമായിരിക്കും, അത് കാരണം കൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൂടാ. അതുപോലെ തന്നെ തിരിച്ചറിയേണ്ട സ്ഥലങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് ഞാൻ അവിടെ ചെയ്യാൻ ബാധ്യത വന്നിരിക്കുന്നത്. ഞാൻ അയാളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക ചെയ്തത്. ഇരിക്കേണ്ടിടത്തല്ല അയാൾ ഇരിക്കുന്നത്. എൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഹാർട്ട് ഓപ്പറേഷനെ പറ്റി സംസാരിക്കാനായിട്ട് ടെലിവിഷനകത്ത് സംസാരിക്കണമെന്ന് എന്നെ വിളിച്ചാൽ ഞാൻ പോകാവോ? ചെയ്തുകൂടാ. അപ്പൊ വിളിക്കുന്ന കാരണം കൊണ്ട് പോയതാണെന്നും പറഞ്ഞുകൂടാ. ഞാൻ പോകാറില്ല. എത്രയോ ടെലിവിഷനകത്ത് എത്രയോ ചർച്ചയ്ക്ക് വിളിക്കാറുണ്ട്. ഞാൻ പറയാം എൻ്റെ സബ്ജക്റ്റ് അല്ല, ഞാൻ വരത്തില്ല എന്ന് പറയും. ആ മര്യാദ അയാൾ കാണിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ അയാളോട് അത് ചെയ്യാൻ ബാധ്യത വരുന്നത്. അപ്പൊ അയാൾ മനുഷ്യൻ എന്നുള്ള നിലവാരത്തെ അവകാശം എന്ന് പറഞ്ഞാൽ അയാൾ മനുഷ്യനല്ല, അയാൾ വേഷമിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അയാൾ മനുഷ്യന് പോലും അല്ല. അത് പള്ളിയിലച്ഛനാണെന്ന് അയാളുടെ പേര് വിളിക്കാനൊക്കത്തില്ല. അതൊക്കെയാണ് സ്ഥാനമാണ്, അതൊക്കെ പദവികളാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ വന്ന് അയാളുടെ വേഷമിട്ട് അവിടെ വന്നിരുന്നാൽ ഞാൻ അങ്ങനെ അയാളുടെ അടുത്ത് ഈക്വലായിട്ട് പെരുമാറാൻ എങ്ങനെ പറ്റും? ആ മര്യാദ ഇല്ലാതെ അവിടെ ഇരിക്കരുത്. ഞാൻ പോലീസ് യൂണിഫോം ഇല്ലാതെ മാത്രമേ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരാവും. അപ്പോഴും നമ്മൾ പേടിക്കേണ്ടതുണ്ട്. അപ്പോഴും അധികാരമുണ്ട്. അതുപോലെ അധികാരമുള്ളവരാണ് അവരവിടെ വന്നിരുന്നൂടാ. അവർ വിളിക്കുന്നവർക്ക് അനുചിത്വം ഇല്ല എന്നുള്ളതുകൊണ്ട് അവരെ വിളിച്ചു വരുത്തിയെന്ന് എനിക്കറിയാം. പക്ഷെ ഈ വിളിച്ചാലും നമ്മൾ പൊക്കൂടാ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിനുള്ള പ്രായമായിട്ടുണ്ട് അയാൾക്ക്, ഇല്ലേ? 17 വയസ്സൊന്നും അല്ലല്ലോ. അപ്പൊ പിന്നെ ആക്ഷേപിക്കും ഞാൻ. അപ്പൊ ആക്ഷേപിക്കാനുള്ള അവകാശം ഉണ്ടോ എന്നുള്ളത് ആ കോണ്ടെക്സ്റ്റിലാണ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് അയാളെ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ അയാളോട് മിണ്ടാതിരിക്കാനായിട്ടാണ് പറ്റും. ഞാൻ കഴിഞ്ഞ തവണ രാഹുൽ ഈശ്വർ എന്നോട് ഞാൻ സംസാരിച്ചിട്ടില്ല. അർഹതയില്ലാത്ത ആളാണെന്ന് അറിയുന്നുണ്ട്. ഒരു നിലപാടില്ലാതെ ഒരിക്കലും ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നതാണ്, ബോധപൂർവം ചെയ്യുന്നത്. അല്ല, അപ്പോഴും അവിടെ ഒരു സംഭാഷണം ഉണ്ടാവുകയും അവിടെ കേൾക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലഭിക്കുകയും. ആൾക്കാർക്ക് കേൾക്കേണ്ടത് ഈ വിഗ്രഹങ്ങളെ തകർക്കുന്ന ഒരാളാണ് ഞാനെന്ന് മനസ്സിലായാൽ മതി. അല്ല, ഞാൻ പറയുന്നതൊന്നും കേൾക്കണ്ട. വിഗ്രഹഭഞ്ജനം ചെയ്യും. അത് മോദി ആയാലും പിണറായി ആയാലും ചെയ്യും. അതിന് വി ഡി സതീശനും പള്ളിയിലച്ഛനായാലും ചെയ്യും. അത് ആ വിഗ്രഹങ്ങളെ ഒന്നും ഞാൻ എടുക്കത്തില്ല, മനുഷ്യരായിട്ടേ എടുക്കത്തുള്ളൂ. അപ്പൊ അത് ആ വിഗ്രഹഭഞ്ജനം ചെയ്യുന്ന സമയത്ത് അത് തല്ലിപ്പൊട്ടിക്കുന്ന പ്രവർത്തനമാണ്. ചിലപ്പോൾ ശബ്ദം ഉണ്ടാവും. ഞാൻ ആ പെരുമാറ്റങ്ങളെ ഒന്നും ദുഃഖപരമായി കാണുന്നില്ല. പക്ഷെ അത് തുടരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പുറത്തിരിക്കുന്ന ആൾ അനർഹമായിട്ട് പെരുമാറാതിരുന്നാൽ ഞാനും ചെയ്യത്തില്ല. ഞാൻ എപ്പോഴാണോ ധാർഷ്ട്യത്തോടെ അല്ലെന്നുണ്ടെങ്കിൽ അഹങ്കാരത്തോടെ സംസാരിച്ചിട്ടുള്ളത്, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇത്രയും നേരം സംസാരിച്ചിട്ട് ഞാനതൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. അപ്പൊ അതുപോലെ അപ്പുറത്തിരിക്കുന്ന ആളും കൂടെ ചേർന്നാണ് അത് ഉണ്ടാക്കുന്നത്. ഞാൻ മാത്രം ഉത്തരവാദിത്വം, എനിക്ക് മാത്രമായിട്ട് ഞാൻ ഇതിനെ അഭിനയിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ഗുരുകുലത്തിൽ 10 വർഷത്തെ ട്രെയിനിങ് ഉള്ള ആളാണ്. ശാന്തഗംഭീരമായി ഇരിക്കാനൊക്കെ അറിയാവുന്ന ആൾ തന്നെ, പഠിച്ചിട്ടുള്ളതാണ്, നല്ലോണം പ്രാക്ടീസ് ഉള്ളതാണ്. അങ്ങനെ കപടമായ മുഖത്തോടെ ഇരിക്കുന്ന ശാന്തഗംഭീരന്മാരുടെ പ്രസംഗത്തിനകത്തോ അതിൻ്റെ അകത്ത് ലോകത്തോ ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇമോഷൻസ് പ്രദർശിപ്പിക്കാനുള്ളതാണെന്ന് അറിയുന്ന ആളാണ്. അത് വേറൊരു വിഷയമാണ്, ഇമോഷൻസ് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയുന്നത്. അതുകൊണ്ട് വിഗ്രഹഭഞ്ജനം ചെയ്യുന്ന സമയത്ത് വേദനിക്കുന്നുണ്ടെങ്കിൽ ആ വിഗ്രഹങ്ങൾ ആകാതിരിക്കാൻ അവർ ശ്രമിച്ചാൽ മതി. അത്രയും. താങ്ക് യു മൈത്രേയൻ. ഈ മൈത്രേയൻ സംസാരിച്ച ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഈ തർക്ക പരിഹാര കേന്ദ്രങ്ങൾ പോലെ, ഇത്തരം ജനകീയ സ്കൂളുകൾ പോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. വീണ്ടും ഒരു അവസരത്തിൽ ഇത്തരത്തിൽ വിശദമായിട്ടുള്ള ഒരു ചർച്ച
ഇനിയും നമുക്ക് സാധ്യമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ മൈത്രേയനെ ഞങ്ങൾ തിരിച്ചറിയുന്നത് വിഗ്രഹ ഭഞ്ജകനായിട്ട് തന്നെയാണ്. ലോകത്തുള്ള എല്ലാ വിഗ്രഹങ്ങളും തകർന്നടിയുന്ന ഒരു കാലത്തേക്ക് നമുക്ക് വീണ്ടും ആഗ്രഹിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു.